ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് തുടങ്ങി, ആ ഒരു ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി എങ്ങനെ നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ എന്താ പറയുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താം. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് പോവാം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു സ്റ്റാർട്ടപ്പിന് എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് ഇത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ വളർത്തിയെടുക്കുന്നതിന് മുന്നേ നമ്മളെ കുറിച്ച് ആളുകൾ അറിയുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പം കോമൺ ആയിട്ട് എല്ലാ ആളുകളും നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കേണ്ട രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ്. ഒന്ന് ഫേസ്ബുക്ക്, ഒന്ന് ഇൻസ്റ്റാഗ്രാം. ഫേസ്ബുക്കിൽ നല്ലൊരു ബിസിനസ് പേജ് വേണം, ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു അക്കൗണ്ട് വേണം. ഓക്കെ, ഇത് രണ്ടിലും നല്ല രീതിയിലുള്ള കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇടേണ്ടതാണ്. അതായത് ഏതെല്ലാം രീതിയിൽ ഉള്ള ഓഡിയൻസിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ടതാണ്. അത് പറയാം, ഇപ്പൊ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആണെങ്കിൽ ആ ഒരു ക്ലോത്തിങ് ബ്രാൻഡിന് ഇപ്പൊ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടാവും. ചിലപ്പോൾ അതൊരു പുതിയ യങ്സ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ മെൻസ് മാത്രമായിരിക്കാം. അപ്പോൾ ഓരോ തരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്താണ്, നമ്മൾ ഇതേപോലെ ഏത് കാറ്റഗറി ആണോ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടത്. ഇനി ഇൻസ്റ്റാഗ്രാമിന് ഒരു തരം ഓഡിയൻസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫേസ്ബുക്കിന് ഒരു തരം ഓഡിയൻസ് ഉണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മളൊരു ലോക്കൽ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് ലോക്കൽ SEOക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ മൈ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തിടണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മാപ്പ് ഗൂഗിൾ മാപ്പിൽ അതിൽ നിങ്ങളെ പ്രൊഫൈൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെ വർക്ക് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആള്, ഇപ്പൊ ക്ലോത്തിങ് ബ്രാൻഡ് ഞാൻ പറയാം. അതായത് ഇപ്പൊ ഒരു ക്ലോത്തിങ് ബ്രാൻഡിനെ കുറിച്ച് ആളുകൾ സെർച്ച് ചെയ്യാണ്, നിയർ മീ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യണം. ബെസ്റ്റ് ക്ലോത്തിങ് ബ്രാൻഡ് നിയർ മീ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മളെ കാണിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ലോക്കൽ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ആളുകൾ നമ്മളെ അടുത്തോട്ട് വരാനും അതുവഴി നമുക്ക് നല്ലൊരു സെയിൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്തായാലും ഒരു ബേസിക് വെബ്സൈറ്റ് നമുക്ക് ആവശ്യമാണ്. ഒരു ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പോൾ വെബ്സൈറ്റിന്റെ ആവശ്യം വേണ്ടി വരില്ല. എന്നാലും ഇനിയുള്ള കാലത്ത് ഒരു തരത്തിലുള്ള വെബ്സൈറ്റ് നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുന്നുള്ള പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമാണ്, നിങ്ങളെ സ്റ്റോറിലേക്ക് ഒരു 10 പേരെ അല്ലെങ്കിൽ 50 പേരെ കയറ്റാൻ പറ്റുന്ന സ്റ്റോർ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഒരു 1000 പേരെ വരെ നമുക്ക് അതിലും കൂടുതൽ ആളുകൾ, എത്ര അൺലിമിറ്റഡ് ആയിട്ട് ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനായിട്ട് പറ്റും നമ്മളെ വെബ്സൈറ്റിലേക്ക്. അതുവഴി നല്ല രീതിയിലുള്ള ഒരു സെയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ്. ഈ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ള ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ചില ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അവിടെ നിന്ന് തന്നെ അവർക്ക് സെയിൽ ചെയ്യാനുള്ള അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിലിപ്പോ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിലും നമുക്ക് സെയിൽസ് അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ ബ്രാൻഡ് അവയർനെസ് കൂട്ടാനായിട്ട് ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ വരുന്ന രണ്ടാമത്തെ റീടാർഗറ്റിംഗ് മെത്തേഡാണ്. അതായത് ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്കൊരു ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ അവര് ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റിനോടോ സർവീസിനോടോ കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ച ആളുകൾ ഉണ്ടാവും. അവരെ തന്നെ നമുക്ക് നമ്മുടെ അഡ്വർടൈസ്മെന്റ് റീടാർഗറ്റ് ചെയ്തിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നതാണ്. അവിടെ കുറച്ചും കൂടെ റിസൾട്ട് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ ഇപ്പോ ഒരു സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. ഓക്കെ, ഇതിലിപ്പോ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. നല്ല റിസൾട്ട് കൊണ്ടുവരാൻ അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇനി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെയ്യേണ്ടത്. അതിപ്പോ നിങ്ങളെ ബിസിനസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, ഞാനെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, ആർക്കും വേണ്ടി ചെയ്തു കൊടുക്കാന്നുണ്ടെങ്കിലും അതിനെ കുറിച്ചെല്ലാം നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരുപാട് ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരെ ഏൽപ്പിക്കാവുന്നതാണ്. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവർ ഏൽപ്പിക്കാവുന്നതാണ്.
ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ബൈ.